റോഷൻ പെട്ടിരിക്കുകയാണ്. അവന് 2 കയ്യിലും ചായ ആയിട്ട് വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ പോയി ഹെൽപ്പ് ചെയ്യണം. ഏതാ സ്നാക്സ് എല്ലാം ഉണ്ട്. ഏതാ പക്കാവടയാണോ വേണ്ടത്? ഗ്ലാസ് കൊടുക്കണം. അയ്യോ അപ്പൊ ഞാനും നിന്റെ അതേ അവസ്ഥയല്ലേ. ഇത് ഈ വീട്ടിൽ പതിവുള്ള കാര്യമല്ല. ചായ ഇടുക, എല്ലാവരും കൂടി ഒരുമിച്ച് കുടിക്കുകയാണ്. കാരണം ഞങ്ങൾ ഓഫീസിനെ ഒന്നെങ്കിൽ ചായ കുടിച്ചിട്ടാണ് വരിക. അതുകൊണ്ട് ചായ ഉണ്ടാക്കി ടെറസിൽ പോയി കുടിക്കുന്നത് അത്ര പതിവല്ല. അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ക്യാപ്ചർ ചെയ്യാന്ന് കരുതിയത്. ഫസ്റ്റ് ടൈമാണ് ഈ ടെറസിൽ ഞങ്ങൾ ചായയും ചിപ്സൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നത്. അതിന് കാരണം അഗ്നി വീട്ടിൽ നിന്ന് കുറേ ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ പൊട്ടിച്ച് കഴിക്കുക, അതിന്റെ കൂടെ ഒരു കട്ടൻ ഇട്ട് കുടിക്കുക. ചിപ്സ് കഴിക്കുമ്പോൾ ഒരു കട്ടൻ ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. ടെറസ് ഞങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്നു അതിന്റെ ഒരു 100 ഇരട്ടി എൻജോയ് ചെയ്യുന്നത് നമ്മുടെ ലക്കിയാണ്. കാരണം നമ്മുടെ കോഴിക്കോട് വീട്ടിൽ അത്രയും ഫ്രീഡം ലക്കിക്ക് കൊച്ചിയിലെ വീട്ടിൽ കിട്ടിയിട്ടില്ല. കാരണം അടുത്തൊക്കെ നല്ല രീതിക്ക് പട്ടികളുണ്ട്. സോ എപ്പോഴാണ് അറ്റാക്ക് കിട്ടാന്ന് അറിയാത്തതുകൊണ്ട്, കാരണം ഇവരാരെങ്കിലും പോയി വള്ളി പിടിച്ചുകൊണ്ട് വരുന്ന ക്യാരക്ടറാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. പിന്നെ ടെറസാണ് അവളുടെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ എല്ലാവരും ടെറസിലെത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് കുറേ സംസാരിക്കും. നല്ല രീതിക്ക് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു പ്ലേസ് ആണ് ടെറസ് എന്ന് പറയുന്നത്. നമ്മൾ ഉള്ളിലാണെന്ന സമയത്തും ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ടെറസിലാകുന്ന സമയത്ത് ടോപ്പിക്കുകൾ എവിടെ എത്തും നമുക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങളും ഫാമിലി ആയിട്ട് ഇങ്ങനെ ടെറസിൽ എൻജോയ് ചെയ്യാറുണ്ടോ? ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ്